ഹായ്, ഞങ്ങളിതാ നാട്ടിൽ നിന്ന് തിരിച്ച് ഗോവയിലേക്ക് എത്തി കേട്ടോ. രണ്ടാഴ്ചയൊക്കെ ആയി എത്തിയിട്ട്. ഇവിടെ അമ്മൂന് ഏപ്രിൽ 1 സ്കൂൾ തുറന്നു കേട്ടോ. അമ്മു 5ാം ക്ലാസ്സിലായിരുന്നു, ഇപ്പോൾ 6ാം ക്ലാസ്സൊക്കെ ആയി. 6ാം ക്ലാസ്സിലത്തെ ക്ലാസ്സാണ് തുടങ്ങിയത്. അപ്പോൾ അമ്മു ഇതാ സ്കൂളിലേക്ക് പോവാണ്. 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ അമ്മു പോയ ശേഷം ഞാനിതാ ഏട്ടൻ തിരിച്ച് വന്നിട്ട് മാങ്ങ എടുക്കാൻ വിചാരിച്ചു. കുറേ ദിവസമായി എടുക്കണം വിചാരിച്ചിട്ട് ഇന്ന് മാങ്ങ പച്ചടി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ അതിൻ്റെ മുകളിൽ കയറിയിട്ട് കൊമ്പ് താഴ്ത്തി തന്നു കേട്ടോ. എടുക്കാനൊക്കെ സുഖമായിരുന്നു, പക്ഷെ അത് തിരിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. പിന്നെ ഏട്ടൻ എങ്ങനെയൊക്കെയോ എടുത്ത് തന്നു കേട്ടോ. അപ്പം ഞാൻ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതിൽ മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി തിരുമ്പിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരവും കുറച്ച് പച്ചക്കടുകും ഇട്ട് അരച്ച് ചേർക്കാൻ വിചാരിച്ചു. പച്ചടിയല്ലേ. അപ്പോൾ അതാ മാങ്ങയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നാളികേരമൊക്കെ ചേർത്തു കേട്ടോ അരച്ചത്. അപ്പോൾ ഇനി ഒരു വറവ് ഇട്ടാൽ കറി റെഡിയാവും കേട്ടോ. കറിയല്ല, പച്ചടി റെഡിയായി. അപ്പോൾ അതാ കറിയൊക്കെ ആയി. അപ്പോൾ ഇന്നലെ ഏട്ടൻ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങ ഇട്ട് വെക്കാം, നല്ല ടേസ്റ്റാണല്ലോ എന്ന്. അപ്പോൾ നാളികേരമൊക്കെ അരച്ച് മാങ്ങയും ചെമ്മീനൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ആ കറിയും റെഡിയായി. അപ്പോൾ ഇനി ഏട്ടന് പോകാനുള്ളതൊക്കെ ഞാൻ ഫുഡൊക്കെ ആക്കി കൊടുത്തു. ഏട്ടൻ പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ TV ഉണ്ടായിരുന്നു കേട്ടോ, ഓണായി കിടക്കണം. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ന്യൂസൊക്കെ കണ്ടു. പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അടിച്ച് വരാനോ തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിഷു ആയല്ലോ, അപ്പോൾ നാട്ടിലേക്ക് പോകുന്നില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മൂന് ഇവിടെ സ്കൂളുണ്ടല്ലോ. സ്കൂൾ ഈ മാസം കൂടെ ഉണ്ട്. മെയ് 1 വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ എനിക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോവാതിരിക്കാൻ പറ്റില്ല. ഓൾറെഡി തുടങ്ങിയതാണ് കേട്ടോ പ്രാക്ടീസൊക്കെ. അപ്പോൾ ഞാനാണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ളൂ ഇനിയിപ്പം. അപ്പോൾ അമ്മൂന് 11:30 വരെയാണ് ക്ലാസ്. അപ്പം കൊണ്ടുവരാൻ വേണ്ടി പോകണം. അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേഗം പോയി പകുതി ആയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി ഞാൻ. അപ്പം അമ്മൂനെ താഴത്തെ ക്ലാരിഫാൻ്റെ അമ്മ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചിങ്ങോട്ട് നടന്നു കേട്ടോ. അപ്പോൾ നമ്മളെ താഴെ താമസിക്കുന്ന ഫാമിലിയാണ് കേട്ടോ ക്ലാരിഫ. ഇതാണ് ക്ലാരിഫ കേട്ടോ. അപ്പോൾ അമ്മൂൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇപ്പോൾ ക്ലാരിഫ. അങ്ങനെ അതാ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.